നമസ്കാരം. ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടങ്ങിയ അന്വേഷണം ഓരോ ദിവസവും ദുരൂഹത ബാക്കിയാക്കി നീളുകയാണ്. ക്രൈം ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്ന കൊലപാതക പരമ്പരയാണോ സെബാസ്റ്റ്യൻ നടത്തിയത്? 2006 ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2020 സിന്ധു എന്ന ബിന്ദു, 2024 ജൈനമ്മ. ഇങ്ങനെ നീളുകയാണ് ഇരകളുടെ പേരുകൾ. ജൈനമ്മ, ബിന്ദു, ഐഷ എന്നീ സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരോട് സെബാസ്റ്റ്യൻ നിസ്സഹകരണം തുടരുമ്പോൾ സംശയങ്ങൾ ഏറെയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീകളെ സെബാസ്റ്റ്യൻ വലയിലാക്കിയത്? ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾ മാത്രമായിരുന്നില്ല ഇരകൾ. ചതിക്കുഴിയിൽ വീഴ്ത്തി ഇവരെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ ഈ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചത്? സെബാസ്റ്റ്യൻ സൈക്കോ കില്ലറോ? ഇനിയുമുണ്ടോ ഇരകൾ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എൽസി ഉമ്മൻ, സൈക്യാട്രിസ്റ്റ്, സക്കറിയ ജോർജ്, റിട്ടയേർഡ് SP, സിജിത അനിൽ, ഹൊറർ നോവലിസ്റ്റ്, ഒപ്പം രൂപേഷ് KR, ആക്ഷൻ കൗൺസിൽ. ഈ വാർത്ത തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും എക്സ്ക്ലൂസീവ് പ്രതികരണങ്ങൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ്. ശരണ്യം ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ആദ്യം ശരണ്യയിൽ നിന്ന് കുറച്ചധികം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. ശരണ്യ, ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യനിലേക്ക് എത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ സെബാസ്റ്റ്യന് ഈ മരണങ്ങളിൽ അല്ലെങ്കിൽ ദുരൂഹതകളിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കാവുന്ന പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ എന്തു ചെയ്തു എന്നതിൽ വ്യക്തത വരുന്നു എന്നുള്ളതാണ്. ശരണ്യ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തിൻ്റെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അങ്ങനെ എത്രത്തോളം സെബാസ്റ്റ്യനിലേക്ക് എത്തുന്ന തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനും ഒപ്പം നമുക്കും സാധിക്കുന്നുണ്ട്? അഭിലാഷ്, തുടക്കം മുതൽ തന്നെ നിരവധി ദുരൂഹതകളുള്ള ഒരു കേസായിരുന്നു ഈ ബിന്ദു പത്മനാഭന്റെയും ഒപ്പം തന്നെ തുടർന്നുള്ള സ്ത്രീകളുടേതുമെന്നാണ്. സത്യം പറഞ്ഞാൽ 2003 മുതൽ തന്നെ ബിന്ദു പത്മനാഭൻ നമ്മൾ അന്വേഷിച്ചപ്പോൾ സെബാസ്റ്റ്യനുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. 2003 ബിന്ദുവിന്റെ രക്ഷകർത്താക്കൾ മരിച്ചു പോകുന്നതോടു കൂടി തന്നെ ബിന്ദുവിന്റെ സ്വത്തുക്കൾ 2002 രക്ഷകർത്താക്കൾ മരിക്കുന്നു. 2003 തന്നെ ബിന്ദുവിന്റെ കുടുംബ വീടടങ്ങുന്ന 30 സെന്റ് സ്ഥലം വിൽക്കുന്നു. വിറ്റതിന് ശേഷം പിന്നീട് നമ്മൾ അന്വേഷിച്ചതിൽ കണ്ടെത്താൻ കഴിഞ്ഞത് 2005 മറ്റ് ബിന്ദു 2 സ്ഥലങ്ങൾ വാങ്ങുന്നു. ഒന്ന് ഇടപ്പള്ളിയിൽ പാലാരിവട്ടം പൈപ്പ് ലൈൻ ആ ഭാഗത്തും, ഒപ്പം തന്നെ ആലപ്പുഴ നഗരത്തിലുമായി 2 സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് 2005 ആലപ്പുഴ നഗരത്തിലേക്ക് താമസം മാറ്റിയ ബിന്ദു ഈ 2005 മെയ് വരെ അവരുടെ അച്ഛന്റെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സർക്കാരിൻ്റെതായി ലഭ്യമാകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രഷറിയിലേക്ക് മാറ്റം വരുത്തുകയും അതിനകത്തേക്ക് പണം വരികയും ചെയ്തിട്ടുണ്ട്. 2005 മുതൽ ഈ പണം റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. 2006 തൊട്ട് ബിന്ദുവിനെ മറ്റാരും കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തി. പിന്നീട് 2013 വരുമ്പോൾ ആണ് ബിന്ദുവിന്റെ സ്വത്തുക്കൾ, ഇടപ്പള്ളിയിലെ സ്വത്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി, അതായത് ബിന്ദു തന്നെ ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ കാണിച്ച് സെബാസ്റ്റ്യന് അതിന്റെ ഉടമസ്ഥതയിലുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഇത് വിറ്റതായിട്ടാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. പിന്നീട് 2017, അതായത് ബിന്ദു മിസ്സിംഗ് ആയി പോലീസ് സ്ഥിരീകരിക്കുന്ന ഏകദേശം 2006 ഈ 2006 ശേഷം 2017 വരെ ബിന്ദുവുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ബിന്ദുവിന്റെ സഹോദരനാണ് പരാതിയുമായി രംഗത്ത് വരികയും ഈ കേസിൽ, അതായത് 2006 മുതൽ മിസ്സിംഗ് ആയ ഒരു സ്ത്രീയുടെ കേസിൽ 2017 FIR രജിസ്റ്റർ ചെയ്യുന്നുള്ളതാണ്. ഈ കേസിലൊക്കെ തന്നെ വളരെ വിദഗ്ധമായി സെബാസ്റ്റ്യൻ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് 2017 സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിന്ദുവിന്റെ
കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളടക്കം വിറ്റ് സാമ്പത്തികമായി വളരെയധികം സ്ട്രെങ്ത് ഉള്ള അങ്ങനെയുള്ള ഒരാളായി, വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളായി, അഭിഭാഷകരുടെ ഒക്കെ ട്രെയിനിങ് കിട്ടിയ ഒരാളായി ഇയാൾ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഈ ബന്ധുവിന്റെ സ്വത്തുക്കളുടെ പണം ഇയാൾക്ക് ഒരുപാട് ഗുണമുണ്ടായിരുന്നു. ഈ 2017 കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ 2012 ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്. അത് ആയിഷയായിരുന്നു. ആയിഷ ഇവിടെ ഏറ്റവും ഒടുവിലായി റിട്ടയർമെന്റിലേക്ക് വരുന്നത് ഇവിടെ അമ്പലപ്പുഴയിലെ ഒരു സർക്കാർ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുമാണ് അവർ റിട്ടയർഡ് ആകുന്നത്. ഈ റിട്ടയർഡ് ആകുന്ന ആയിഷ പിന്നീട് ഇവരുടെ ചേർത്തല തന്നെ വാരനാടേക്ക് ബന്ധുവീട്ടിലിന്റെ അടുത്തേക്ക്, കുടുംബ വീടിന്റെ അടുത്തേക്ക് വരുന്നു, താമസം വരുന്നു. അവിടെ മക്കളും ആയിഷയുമായി ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ബിന്ദുവിന്റെ രക്ഷകർത്താക്കൾ മരിച്ച ഒരു സ്ത്രീയായിരുന്നു. ഏക സഹോദരൻ ഇറ്റലിയിലാണ്. അവർ തമ്മിൽ ചില മാനസികമായ അകൽച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷണ സംഘം പറയുന്നുണ്ട്. പിന്നീട് അപ്പോൾ ബിന്ദുവും ഒറ്റക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ബാംഗ്ലൂരും ആലപ്പുഴയുമായി വന്നു പോയിരുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെയാണ് ആയിഷയുടെ കേസിലേക്ക് വരുമ്പോൾ ആയിഷ വരുന്നത് മക്കളിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് വരുന്നത്. ആയിഷയിൽ നിന്ന് റോസമ്മയിലേക്കാണ് കണക്ഷൻ വരുന്നത്. റോസമ്മ എന്ന് പറയുന്നത് ആയിഷയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാളാണ്. ഈ റോസമ്മയുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിഷയും റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ ഇവർ സൗഹൃദമാകുന്നു. ഒരു ഘട്ടത്തിൽ ആയിഷയും സെബാസ്റ്റ്യനും തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ റോസമ്മ അടക്കം ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷെ റോസമ്മ ഈ വളരെ വിദഗ്ധമായി ഈ സെബാസ്റ്റ്യനെ ഒരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളോട് വലിയ വെളിപ്പെടുത്തൽ നടത്തിയ റോസമ്മ വ്യക്തമാക്കിയത് ആയിഷയും സെബാസ്റ്റ്യനും ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. താൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഇവിടുത്തെ ചേർത്തലയിലെ പുരയിടത്തിൽ അവർ JCB ഉപയോഗിച്ച ഒരു പുരയിടത്തിന്റെ 40 സെന്റ്, പുതുതായി വാങ്ങിയ 40 സെന്റ് കിളച്ചു എന്നടക്കമുള്ള മൊഴികൾ അവർ നൽകുന്നു. ആയിഷ മിസ്സിംഗ് ആവുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ആയിഷയുടെ 4 സെന്റ് ഭൂമി, ആയിഷ വാങ്ങാൻ ഉദ്ദേശിച്ച 4 സെന്റ് ഭൂമി രജിസ്ട്രേഷൻ നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ആയിഷ മിസ്സിംഗ് ആവുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സെയിം മോഡസ്, അതായത് ബിന്ദു കാണാതായെന്ന് പറയുമ്പോഴും പലരും സമീപിക്കുമ്പോൾ ബിന്ദു കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ, എന്നെ വിളിച്ചതേ ഉള്ളൂ, മിസ് കോള് കാണിക്കുന്നു. അങ്ങനെയാണ് സെബാസ്റ്റ്യൻ അവരെയൊക്കെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ആയിഷയുടെ കേസിലും ഇതേ മോഡസ് തന്നെ വന്നു. ആയിഷയുടെ ഫോണിൽ നിന്നും അടുത്ത സുഹൃത്തായ റോസമ്മയുടെ ഫോണിലേക്ക് ആയിഷ കാണാതായതിനു ശേഷം പലപ്പോഴും കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മിണ്ടാറില്ല, തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ല എന്നുള്ളതാണ് റോസമ്മ വ്യക്തമാക്കിയത്. അതായത് ഈ കേസുകൾക്കൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ പോലീസിന് മുമ്പിൽ ആദ്യം എത്തുന്ന മിസ്സിംഗ് കേസ് ആയിഷയുടേതാണ് എന്നുള്ളതാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പിക്ചറിലേ ഇല്ല എന്നുള്ളതാണ്. 2012 ചേർത്തല പോലീസിന് മുന്നിലേക്ക് ആയിഷ തിരോധാന കേസ് വരുമ്പോൾ അന്ന് റോസമ്മ പറഞ്ഞ ഒരു നിർണായക വെളിപ്പെടുത്തൽ നമ്മളോടുണ്ട്. അതായത് താൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പോലും ആയിഷയുടെ തിരോധാന കേസിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് മിസ് കോളുകൾ വന്നു. എടുത്തപ്പോൾ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അതും താൻ അപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് അയാൾ വിളിക്കുന്നതെന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ള നിർണായക വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതായത് 2012 മിസ്സിംഗ് കേസിൽ സെബാസ്റ്റ്യൻ പോലീസിന്റെ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം 2017 ബിന്ദു തിരോധാന കേസ് കുറച്ചുകൂടെ ബിന്ദുവിന്റെ കുടുംബത്തിന് കുറച്ചുകൂടെ ഒരു സ്വാധീനിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള ഒരു സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഈ 2017 കൂടിയാണ് ഇതൊരു സജീവ കേസായി വരുന്നെന്നുള്ളതാണ്. പക്ഷെ പോലീസിന്റെ ഒരു അസസ്മെന്റ്, നിലവിലത്തെ സെബാസ്റ്റ്യൻ പിടിക്കപ്പെടാനുള്ള ഒരു അസസ്മെന്റിലേക്ക് അവർ എത്തുന്നത് പോലും ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ എവിഡൻസ് മാത്രമേ ഉള്ളൂ. അയാളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഇയാളുമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കുമ്പോഴും ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് ഇപ്പോൾ സ്വർണം അയാൾ വിറ്റതെന്ന് നമുക്ക് ഇന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളുമായി വന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 4 മിസ്സിംഗ് കേസുകൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് 2006 ബിന്ദു പത്മനാഭൻ, 2012 വരുമ്പോൾ ആയിഷ, ഒപ്പം 2020 ഇപ്പോൾ ബിന്ദു എന്നറിയപ്പെടുന്ന സിന്ധുവിന്റെ കേസ്, 2024 വരുമ്പോൾ നിൽക്കുന്നത് ജൈനമ്മ കേസ്. അഭിലാഷ്. യെസ്, തീർച്ചയായും. ഇപ്പോൾ റിട്ടയർഡ് SP സക്കറിയ ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇതിലിപ്പോൾ സിന്ധു എന്ന ബിന്ദു അതിലേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ 2006 മുതൽ കാണാതായിട്ടുള്ള ബിന്ദു പത്മനാഭൻ, 2012 ആയിഷ, 2024 ജൈനമ്മ, ഈ 3 കേസുകളിൽ ഈ തിരോധാനത്തിൽ കൃത്യമായ പങ്കുണ്ട് സെബാസ്റ്റ്യന് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിയിക്കുക എന്നത്? എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക?
എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, പോലീസിൻ്റെ ഭാഗത്ത് പ്രൊഫഷണലിസം നമ്മൾ സമൂഹം പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ളത് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. ഉം. കാര്യം മാൻ മിസ്സിങ് കേസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ യെസ്. ചില വീട്ടിലെ കേസുകളിലൊക്കെ നമുക്ക് ഫോട്ടോ കിട്ടാനൊക്കെ, പാവപ്പെട്ട വീട്ടിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുത്ത് കാണാൻ കഴിയില്ല. പക്ഷേ ഉം. ഇന്നത്തെ കാലത്ത് മൊബൈൽ വളരെ കോമൺ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരുടെ എല്ലാം ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകാതൊക്കെ അവരുടെ കൈവശം ഉണ്ടാകും. അവർ ഷെയർ ചെയ്തൊക്കെ കാണും. ഉം. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ ഫോട്ടോ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ലുക്കൗട്ട് നോട്ടീസസ് ഉം. ഈ മിസ്സിംഗ് കേസിലെല്ലാം കൊടുക്കാം. ഇവിടുത്തെ ചാനലെല്ലാം വളരെയധികം സോഷ്യലി കമ്മിറ്റഡ് ആണ്. ഉം. അപ്പോൾ ഏത് ചാനലിൽ കൊടുത്താലും അവരും സർക്കുലേറ്റ് ചെയ്യും. ഇടയ്ക്കൊക്കെ ന്യൂസിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ദൂരദർശനമുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ശരി. അപ്പം ഈ മിസ്സിംഗ് ആയ കേസുകളിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഉം. അപ്പം അതുപോലെ തന്നെ മിസ്സിംഗ് കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം. അതാത് മാസത്തെ അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി അതുമായിട്ട് കമ്പയർ ചെയ്യണം. ഉം. അതും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, ഡയറക്ഷൻസ് ഉണ്ട്, ചെയ്യാറില്ല. ഉം. ഏറ്റവും വിചിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യക്ഷമമായ ഒരു സൂപ്പർവിഷൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നില്ലെന്നുള്ളത് ഒരു സത്യമാണ്. ഉം. ഇപ്പം തന്നെ ഈ 3 ക്രൈംബ്രാഞ്ചുകൾ, ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചും 2 സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നു. ശരി. എന്തുകൊണ്ട് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം SIT ഉണ്ടാക്കുന്ന ആൾക്കാർ, ആക്ഷൻ കൗൺസിലുകാരൊക്കെ, രൂപേഷും ആൾക്കാരും ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ തലച്ചോറ് വർക്ക് ചെയ്യണം. ഉം. സൊസൈറ്റിയിൽ നിന്നല്ല ഒരു എർജ് വരുന്നത്. അതിനു മുമ്പ് അവരുടെ ലീഡർഷിപ്പ് കാണിക്കണം, ടോട്ടൽ റെസ്പോൺസിബിലിറ്റി അവർ പ്രകടിപ്പിക്കണം. ഉം. അപ്പോൾ കേസുകൾ ഉണ്ടാകുമ്പോൾ തന്നെ സ്റ്റേഷനിൽ വരുന്നു, ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു, അതിനെല്ലാം പ്രൊസീഡിങ്സ് ഉണ്ട്. ശരി. ആ പ്രൊസീഡിങ്സ് വരുമ്പോൾ തന്നെ ഈ ഒരാളുമായിട്ട് കണക്ട് ചെയ്താണെന്നുള്ള കേസുകളൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ADGP അവിടെ ഉണ്ട്, എന്ത് ചെയ്യുവാണ്. അതിൽ ഞാനൊന്ന് ഇടപെടുന്നത്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഈ പോലീസിന്റെ എഫിഷ്യൻസിയെ സംബന്ധിച്ച്. ഇതിലിപ്പോൾ 2003, നേരത്തെ ശരണ്യ ഞങ്ങളുടെ പ്രതിനിധി സൂചിപ്പിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഏതാണ്ട് 2003 മുതൽ ഈ കുടുംബവുമായി ബിന്ദു പത്മനാഭന് ചില അസ്വാരസ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. 2005 വരെ ഈ അച്ഛൻ്റെ പെൻഷൻ അങ്ങനെയൊക്കെയുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു എന്ന് പോലീസിന് കണ്ടെത്താൻ പറ്റുന്നു. പക്ഷേ ഇവിടെ ഒരു മിസ്സിംഗ് കേസ് പരാതിയായി ലഭിച്ചത് ഏറെ വൈകിയാണല്ലോ, ഏതാണ്ട് 2017 കാലഘട്ടത്തിലാണല്ലോ ലഭിച്ചത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു തിരോധാന കേസാണ്. അത് തെളിയിച്ചെടുക്കുക എന്നത്, പ്രത്യേകിച്ച് 2003, 2005 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ എത്രത്തോളമൊക്കെ പുരോഗമിച്ചൊരു കാലഘട്ടമെന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ പലപ്പോഴും മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ, ടവറുകൾ അതൊക്കെ കേന്ദ്രീകരിക്കാം, അവസാനമായി സ്പോട്ട് ചെയ്യാം, അത്തരം ചില സാധ്യതകളുണ്ടല്ലോ. പക്ഷേ ഇതിനൊക്കെ അത് സാധിക്കുന്ന ഒന്നായിരുന്നു. അത് അങ്ങനെ നമുക്ക് പറഞ്ഞു മാറാൻ പറ്റില്ല. 2003 ഓക്കെ. 2008 ജനമൈത്രി പോലീസ് വന്നു, കമ്മ്യൂണിറ്റി പോലീസിങ്. അത് വലിയ ഡിക്ലറേഷനൊക്കെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വളരെ ആഘോഷപൂർവ്വം നടത്തി. അതായത് ടോട്ടൽ ഹൗസ് വിസിറ്റ്, കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ജനമൈത്രി പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചെന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. പിന്നെ നമുക്ക് ദൈവം തലച്ചോറ് തന്നേക്കുന്ന ഉപയോഗിക്കാനാണല്ലോ. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ട് വോട്ട് ചെയ്യാത്തവരുടെ, ഇലക്ഷന് വരാത്തവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കണം. ചിലപ്പം പൊളിറ്റിക്കൽ ഒരു ഇൻ്റർഫിയറൻസ് ഒക്കെ വരുമായിരിക്കും. ഇനി കള്ളവോട്ട് ചെയ്തേ പിടിക്കാനാണോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ ഇടപെടലുണ്ടാകും. അതിനെയൊക്കെ തട്ടിക്കളയണം. കാര്യം രാജ്യത്തിൻ്റെ ലാർജർ ഇൻട്രസ്റ്റ് ആണ് പോലീസ് നോക്കേണ്ടത്, അല്ലാതെ പൊളിറ്റീഷ്യൻസിൻ്റെ പെറ്റി ഇൻട്രസ്റ്റ് അല്ല. രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വൈഡർ റാങ്കിലുള്ള ദേശസ്നേഹം കാണിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ പെറ്റി ഇൻട്രസ്റ്റുകൾ നിർദ്ദയം തള്ളിക്കളയണം. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേര് വോട്ട് ചെയ്യാനുണ്ട്, അവരെവിടെ, ഇതൊക്കെ ഒരു റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും അവിടെയും വോട്ട് ചെയ്യാത്തവരാരൊക്കെയാണ്? കമ്മ്യൂണിറ്റി പോലീസിങ് എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. ആ ലിസ്റ്റ് കൊടുത്തിട്ട് ആൾ ജീവിച്ചിരിപ്പുണ്ടോ, വിദേശത്ത് പോയോ, ഇതൊക്കെ നമുക്കൊരു ഡാറ്റാ ബാങ്ക് വേണം. നമ്മൾ എന്തിനാണ് ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്, അല്ലാതെ നമ്മൾ സോമാലിയയും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഇരുണ്ട സ്റ്റേറ്റുമായിട്ട്, കൺട്രീസുമായിട്ടല്ല നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ പുരോഗതിയാണ്. എല്ലാവരും പിന്നെ 2020 ഇന്ത്യ ബിഗ് പവർ, പിന്നെയും പറയുന്നു 2047 അത്ഭുതങ്ങൾ കാണിക്കുമെന്ന്. ഈ അത്ഭുതങ്ങളൊക്കെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ മെഷീനറി ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അതിന് തലച്ചോറുള്ളവനും കമ്മിറ്റ്മെന്റ് ഉള്ളവനും
മേലിൽ വേണം. തീർച്ചയായും അതാണ് ഇന്നത്തെ താങ്കൾ അത് പ്രശ്നം. പറയുമ്പോൾ തീർച്ചയായും വിമർശനങ്ങൾ വിമർശനമായി തന്നെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഇപ്പോഴിതാ ആ, ഈ ഈ മൃതദേഹം അവശിഷ്ടം അല്ലെങ്കിൽ അസ്ഥികൂടം കണ്ടെത്തിയതിനെ തുടർന്നാണല്ലോ ഇപ്പോൾ ഈ പോലീസ് ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ 2020 സിന്ധു എന്ന ബിന്ദുവിൻ്റെ തിരോധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അന്വേഷണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു തുമ്പ് കിട്ടിയപ്പോൾ അതിൽ പിടിച്ചു കയറാൻ നമ്മുടെ കേരള പോലീസ് തയ്യാറാകുന്നു എന്നത് അഭിനന്ദനീയാർഹമായ ഒന്നല്ലേ? അങ്ങനെ കൂടി കാണണ്ടേ നമുക്കിപ്പോഴത്തെ അഭിനന്ദനമൊക്കെ സാഹചര്യത്തെ? ഉണ്ട്. ഉം. അഭിനന്ദനമൊക്കെ ഉണ്ട്. ഞാനിന്ന് ഒരു പത്രത്തിലെ വാർത്ത കണ്ടിരുന്നു. ഉം. ഈ ജൈനമ്മയുടെ ഒരു പല്ലില് ക്യാപ്പ് ഉണ്ടെന്ന്. യെസ് യെസ്. ആ ക്യാപ്പ് ഇട്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡെന്റൽ എവിഡൻസ് ആണ്. ഉം. ഫോറൻസിക് ഓഡോntologistനെ ഈ പല്ല് കാണിക്കണം. അതിന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി. ഒരു ഫോറൻസിക് ഓഡോntologistനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പരിശോധിച്ചിട്ട് ഈ ക്യാപ്പ് അതിനകത്ത് പറയുന്ന ക്യാപ്പ് ഇട്ടതാണോ ഇനി വേറെ എന്തെങ്കിലും ആ, പിന്നെ എന്താണ് ബൂത്തിനുള്ള ഒരു മാൽ ഡെഫിഷ്യൻസിയോ വല്ലതും കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു കാൽക്കേറിയസ് ഡിപ്പോസിഷന്റെ ഭാഗമാണോ എന്നൊക്കെ അവർക്ക് സംശയമുള്ളതായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ എന്തിനു താമസിക്കുന്നു? പോലീസ് ജീപ്പ് കിടപ്പുണ്ടല്ലോ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. 2 വണ്ടിയുണ്ട് മിക്ക സ്റ്റേഷനിലും. ഉം. പിന്നെ ചിലയിടത്തൊക്കെ 3 ഉണ്ട്. കാര്യം SHO CIക്ക് വണ്ടിയുണ്ട്, ലോ ശരി. ആൻഡ് ഓർഡറിന് വണ്ടിയുണ്ട്, ഉം. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഈ വണ്ടി കൊടുത്തു വിട്ടിട്ട് ഒരു ഫോറൻസിക് ഓഡോntologistനെ കൊണ്ടുവന്ന് കാണിക്കണം. ശരി. കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് ക്യാപ്പിട്ട പല്ലാണ് എന്ന് കണ്ടാൽ നമുക്കറിയില്ല. ഉം. ഡെന്റൽ ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഉം. ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം. ഇവരുടെ ഫോട്ടോ ഉണ്ടല്ലോ. ശരി. ഇവരുടെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരാളെ നിങ്ങൾ ട്രീറ്റ് ചെയ്തോ എന്ന് ചോദിക്കണം. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് എല്ലാ ഡെന്റൽ പിന്നെ കെയറിനും അല്ലെങ്കിൽ പിന്നെ ഇന്റർവെൻഷനും അവിടെ തീർച്ചയായിട്ടും ഒരു കേസ് ഷീറ്റ് കാണും. ആ ശരി. കേസ് ഷീറ്റ് എടുത്ത് ഇവരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം അവിടെ മൊബൈൽ നമ്പർ കാണും. ഇതൊക്കെ ഇപ്പം ഡീറ്റെയിൽസ് എല്ലാം വളരെ പേഴ്സണൽ ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോലും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. ശരിയാണ്. വെച്ച് ആ അതിന് connect നിലയിലുള്ള ചെയ്യാം. പരിശോധനകൾ തുടരുന്നു എന്നാണ്. താങ്കൾക്ക് പൊതുവെ എന്താണ് ഇപ്പോൾ നിരീക്ഷിക്കാൻ പറ്റുന്നത്? ഈ സെബാസ്റ്റ്യന്റെ ലക്ഷ്യം പണം എന്നത് മാത്രമായിരുന്നോ എന്നാണോ നമുക്ക് അനുമാനിക്കേണ്ടത്? ഒരു പക്ഷേ 2006 ബിന്ദു പത്മനാഭന് മുമ്പും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അവരെക്കുറിച്ചുള്ള പരാതികൾ വരാത്തതാണോ എന്ന് സംശയമുണ്ടോ? അല്ല, അതിനകത്ത് സുപ്രീം കോടതി റേപ്പും പിന്നെ അതിനെ കൺസെൻഷ്വൽ സെക്സുമായിട്ടൊക്കെ കൂട്ടിക്കലർത്തി ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഉം. ഈ പറയുന്ന പിന്നെ എക്സ്ട്രാ മാരിറ്റല് സെക്ഷൽ ലൈഫ് ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറുപ്പക്കാർക്കും ഉണ്ട്, പ്രായമുള്ളവർക്കും ഉണ്ട്, ആ. ആർക്കും ഉണ്ടാകാൻ ഒരു ഫ്രീ ഫോർ ഓൾ പോലാണ്. അപ്പോൾ Yes. പോലീസിന് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആക്ച്വൽ റേപ്പ് ആണോ അതോ കൺസെൻഷ്വൽ സെക്സ് ആണോ? യെസ്. 18 വയസ്സ് 16 ആക്കി. 16 വയസ്സിന് താഴെയാണെങ്കിൽ കൺസെന്റ് ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് റേപ്പ്. ഉം. പക്ഷേ ബാക്കിയുള്ള കേസുകൾക്കകത്ത് ദിവസവും മാറി മറിച്ചും പറയുന്ന, ഞാൻ ഇടുക്കി ക്രൈംബ്രാഞ്ചിലുള്ളപ്പം 3 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. ഉം. മൂന്ന് രീതിയിലാണ് പറയുന്നത്. അവസാനം അവരോട് മൂന്നാമത്തെ എടുത്തപ്പോഴേ, കാര്യം ആദ്യത്തേതിൽ ഒന്ന് പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു. അപ്പൊ ശരി. ഇതൊക്കെ കാശ് കിട്ടി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള മ്ലേച്ഛത്തരങ്ങൾ ആൾക്കാര് ഇരകൾ വരെ കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ഉം. അപ്പൊ മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞപ്പം ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ്റെ മുഖത്ത് നോക്കി. ഞാനന്ന് SP ക്രൈംബ്രാഞ്ചിലാ. ഞാൻ പറഞ്ഞു, അവസാനം ഒരു ചോദ്യം കൂടെ ചോദിപ്പിക്കണം. ഈ പറയുന്ന ഇതിലെ 3 164 ഏതാണ് ശരിയെന്ന് ചോദിച്ചു. ഉം. എന്നിട്ടാണ് കേസ് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നത്. ശരി. അപ്പം ദിവസവും തിരിച്ചും മറിച്ചും പറയുന്ന ഉം. വാല്യൂ ഇറോഡഡ് സൊസൈറ്റി, യെസ്. ഹൈലി ഹിപ്പോക്രാറ്റിക് ഉള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഉം. ഇത് പോലീസിന്റെ ജോബ് വളരെ ടഫാണ്. യെസ് യെസ് യെസ്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ LC ഉമ്മൻ കൂടിയുണ്ട്. ഡോക്ടർ LC ഉമ്മൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സക്കറിയ ജോർജ് സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ പെട്ടെന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ ഒന്നും ഉണ്ടാകുന്ന ഒന്നല്ല. ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം ഈ സ്ത്രീകളുമായി എന്നത് ഏതാണ്ട് വ്യക്തമാണ്. അത് നിർബന്ധിച്ചാണോ സമ്മർദ്ദത്തിൽപ്പെടുത്തിയാണോ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തതയില്ല. പക്ഷേ ഒരു ദീർഘകാല അടുപ്പത്തിനൊടുവിലാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ദുരൂഹമായ അപ്രത്യക്ഷം ആകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ഈ പ്രതിയുടെ ഒരു സൈക്കോളജി എന്തായിരിക്കാം എന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഞാൻ ഈ ഇരകളിലേക്ക് വരാം. അതിനു മുമ്പ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ഒരു മനോനിലയായിരിക്കാം ഉണ്ടാവുക? നോക്കൂ, നമ്മള് വിശദമായിട്ട് ഒരു വ്യക്തിയെ പരിശോധിക്കാതെ അവരുടെ അനുവാദമില്ലാതെ ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ല. എങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട്
ഒരു ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു തരത്തിലാണ് ആ ആളിന്റെ തലച്ചോറ് പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. താങ്കൾ തുടക്കം മുതലേ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ കുറെ അധികം ഇൻഫർമേഷൻസ് ഞാൻ നോട്ട് ചെയ്യുകയുണ്ടായി. അതിനകത്തില് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോ 4-5 സ്ത്രീകൾ തന്നെ ഉണ്ട്. ആ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് തന്നെയല്ല സാമ്പത്തികമായിട്ടുള്ള തിരിമറിയുണ്ട്. അത് തന്നെയല്ല മറ്റ് ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപേ തന്നെ പലപ്പോഴും മോഷണത്തിന്റെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ പോലും ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് പോയി അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള തരത്തിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയല്ല ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അതായത് പവർ ഓഫ് അറ്റോർണി വരെ ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് നിർമ്മിച്ചു. അത് വെച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ള ആള് തന്നെയാണ്. ആന്റി സോഷ്യൽ എലമെന്റ്സ് തന്നെയാണ് ഇത്തരം ചെയ്യുന്നത്. അവരുടെ ഇതേപോലെയുള്ള വളച്ചൊടിക്കുക, അല്ലെങ്കിൽ നുണ പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തുക, മോഷണം അല്ലെങ്കിൽ കൊലപാതകം, ഇതെല്ലാം തന്നെ അവര് ചെയ്യുന്ന സ്വഭാവക്കാരാണ്. അവരുടെ തലച്ചോറ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിലൊക്കെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു വ്യക്തി അവരോടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇന്ന വ്യക്തിക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിയുക വളരെയധികം പ്രയാസമാണ്. കാരണം അവർ വളരെയധികം സമർത്ഥമായിട്ടാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്. വളരെയധികം ചാമിങ് ആയിട്ടായിരിക്കും, വളരെയധികം ആകർഷണീയമായിട്ടായിരിക്കും ഇടപെടുന്നത്. അവരുടെ സംസാരത്തിലും അവരുടെ രീതിയിലും അവരുടെ വൈഭവത്തിലൊക്കെയും ആളുകൾ തെറ്റിദ്ധരിച്ച് അത് ആ രീതിയിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ മറ്റുള്ളവരെ കയ്യിലെടുക്കുന്നതിനുമുള്ള ഒരു വൈഭവം അവർക്കുണ്ട്. അപ്പോ ഈ തരത്തിലുള്ള നേച്ചർ എല്ലാം തന്നെ അവരുടെ ഈ ദുഷ്ടലാക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെയും ഇത്തരം ട്രേഡ്സ് അവർക്ക് സ്വാഭാവേന ഉള്ള ട്രേഡ്സ് അവരത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ പലപ്പോഴും ഇവര് കണ്ട് മുട്ടുന്ന ആളുകളും ഒരു പക്ഷേ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും ചതിക്കുഴിയിൽ വീഴാറുണ്ട്. കാരണം ഇവരുടെ സംസാരത്തിലും ഇവരുടെ രീതിയിലും ഇവരുടെ ഇടപാടിലും ഇവര് നയപരമായിട്ട് സംസാരിക്കുകയും ആളുകളുടെ വിശ്വാസം നേടിയെടുക്കത്തക്ക രീതിയിൽ അവർക്ക് നല്ല അവതരണ ശൈലിയും ഉള്ളവരാണെന്ന് കൂട്ടിക്കോളും. അപ്പോൾ ഈ തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നതിനും പറ്റിക്കുന്നതിനും അല്ലെങ്കിൽ അപായപ്പെടുത്തുന്നതിനും കുഴിയിൽ ചാടിക്കുന്നതിനും ഒക്കെയും അവർക്ക് വളരെ സാമർഥ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് കുറ്റബോധം ലേവലേശം ഉണ്ടാകണമെന്നില്ല, റിമോഴ്സ് ഉണ്ടാവില്ല, ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകില്ല. അത് താൻ പിടിക്കപ്പെടുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഇത് ഒരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ആ തെളിവ് നശിപ്പിക്കുന്നതിനോ ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിനോ ഒക്കെയും അവർ യാതൊരു ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കുറെ പുകമറകൾ സൃഷ്ടിക്കുകയും, ഇതൊക്കെയും അവർക്ക് ആ ഒരു വൈഭവം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. അതായത് ഇപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ ഓൺലൈനിലൊക്കെ വരുന്ന പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഒറ്റയ്ക്ക് അയാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഇപ്പോൾ മേഡം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകുമോ? കാരണം ഇത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ സ്ത്രീകളെയാണ് അദ്ദേഹം ഇത്തരത്തിൽ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതൊന്നും സ്ഥിരീകരിക്കുകയല്ല, പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ സ്നേഹം നടിച്ചിട്ടോ സൗഹൃദം നടിച്ചിട്ടോ ഒക്കെ തന്ത്രപരമായ രീതിയിലായിരിക്കാം വക വരുത്തിയത് എന്ന് വേണമോ അനുമാനിക്കാൻ? നോക്കൂ, അവർക്ക് ഒറ്റയ്ക്കും ചെയ്യാം, എന്നാൽ ചില ആളുകൾ ഗാങ് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഗാങ് ആക്ടിവിറ്റീസ് രണ്ടും രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയെ പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ അതിനകത്ത് ഗാങ് ആയിട്ട് ചെയ്യുന്നവരെ അവർ കൂട്ടം കൂടി അല്ലെങ്കിൽ അവരുടെ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന, ഒരേ തലത്തിൽ ചിന്തിക്കുന്ന, ഒരേ ലക്ഷ്യബോധമുള്ള ആ ഒരു ഗാങ് ആയിട്ട് ഇടപെട്ട് ആ ഗാങ്ങിലായിരിക്കും അഫിലിയേഷൻ. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ നിന്നും ഇത്തിരി വിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഒരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗാങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ എപ്പോഴും ഒരു സമൂഹത്തിന്റെ ഇടയിൽ അവർ സാധാരണ രീതിയിൽ ഇടപഴകാറില്ല. അവരെപ്പോഴും ആ ഒരു സെപ്പറേറ്റ് ഗാങ്ങിലായിരിക്കും. എന്നാൽ അവരുടെ ആന്റി സോഷ്യൽ ക്രൈംസ് ചെയ്യുമ്പോൾ മാത്രം അവർ സമൂഹത്തിലേക്ക് ഇടപെടാറുണ്ട്. നേരെ മറിച്ച് ഒറ്റയ്ക്കുള്ളവര് അവര് നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വളരെയധികം ഇഴുകിച്ചേരുക, മറ്റുള്ളവരുമായിട്ട് വളരെയധികം ഇടപെടുക,
അല്ലെങ്കിൽ അവര് ഒരു സമൂഹത്തിലെ ഒരു അംഗമായിട്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് അവര് മുന്നോട്ട് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പെർസോണ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. പെർസോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് അർത്ഥം. അതായത് ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുക. ഇപ്പൊ മുഖംമൂടി അണിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ രൂപം അല്ലെങ്കിൽ ഉള്ളിലുള്ള യഥാർത്ഥ ത്വരകൾ, യഥാർത്ഥ സ്വഭാവങ്ങൾ വ്യക്തമാക്കാതെ ആ മുഖംമൂടി അണിഞ്ഞ് ആയിരിക്കും അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ അവർ വസിക്കുമ്പോൾ, നമ്മുടെ ഇടയിൽ തന്നെ അവർ ഇടപഴകുമ്പോൾ അവർ തിരിച്ചറിയാനായിട്ടും വൈകുന്നു. അല്ലെങ്കിൽ ഇത്തരം ഇഷ്യൂസ് വന്ന് പിടിക്കപ്പെടുമ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവരും അയൽവക്കക്കാരും തന്നെ അറിയാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തരത്തിൽ അവർ ഒറ്റയ്ക്കും അവര് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഗ്യാങ് ആയിട്ടും ചെയ്യാം. അത് ഓരോന്നിനും ഓരോ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ഉണ്ടാവും. ശരി, തീർച്ചയായും വർത്തമാന കാലഘട്ടത്തിലടക്കം നമ്മുടെ പെൺമക്കളോടും സഹോദരിമാരോടും ഒക്കെ ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോഴാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഞാൻ അവരുടെ ഒരു മാനസിക നിലയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഹൊറർ നോവലിസ്റ്റ് കൂടിയായി സിജിത അനിൽ ചേരുന്നുണ്ട്. സാധാരണ ശ്രീമതി സിജിത, ഈ നോവലുകളൊക്കെ, പ്രത്യേകിച്ച് ഈ ഹൊറർ സ്വഭാവമുള്ള നോവലുകളൊക്കെ എഴുതുമ്പോൾ ആ കാലഘട്ടത്തിന് നിരക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുമൊക്കെയാണല്ലോ പ്രമേയമായി വരാറുള്ളത്. ഇപ്പോൾ ഈ താങ്കൾക്ക് ഈ വാർത്തയും വിവരവും ഒക്കെ ലഭിക്കുമ്പോൾ അതിശയോക്തിയുണ്ടോ? പ്രത്യേകിച്ച് 2006 കാലഘട്ടത്തിലാണ് ബിന്ദു പത്മനാഭൻ തിരോധാനം ഉണ്ടാകുന്നത്. അത് പിന്നീട് ഒരുപാട് വൈകിയാണ് ആ പരാതി ലഭിക്കുന്നത് എങ്കിൽ പോലും ഈ ബിന്ദുവിനെ പോലെ ഒരാളെ എങ്ങനെ പരിചയപ്പെടുന്നു? അവർ തന്നെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു. 2 ഇടത്ത് സ്ഥലം വാങ്ങിയതും അതിൽ തന്നെ ഈ വ്യാജരേഖ ഉണ്ടാക്കി അത് വിറ്റതുമൊക്കെ അങ്ങേയറ്റം ഇതെങ്ങനെ സാധിച്ചു എന്നൊരു സംശയം താങ്കളിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിശയോക്തി ഒന്നും തോന്നുന്നില്ല. അതിന്റെ കാരണം സ്ത്രീകൾ കുറ്റവാളികളുടെ മാനസിക അതിക്രമത്തിന് ഇരയാകുന്നത് വെറും ഒരു യാദൃശ്ചികതയൊന്നും അല്ല. പിന്നിൽ സുതാര്യമല്ലാത്ത സാമൂഹികവും കുടുംബപരവും മാനസികവുമായ നിരവധി ഘടകങ്ങളുണ്ട്. മനസ്സിന്റെ ശൂന്യതയും ബന്ധങ്ങളുടെ ക്ഷീണവും മാനസികവും ജൈവികവുമായ മാറ്റങ്ങളിലൂടെ പോകുന്ന ഒരു പ്രായമാണ് മധ്യവയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെബാസ്റ്റിന്റെ ഇരയായ സ്ത്രീകൾ എന്ന് പറയുന്നതും മധ്യവയസ്സിൽ കൂടെ കടന്നുപോയ സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ ഈ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടല്, ബന്ധങ്ങളുടെ തകരാറ്, കുടുംബകാര്യങ്ങളിൽ അവർക്ക് ഇപ്പൊ വലിയ പ്രാധാന്യമില്ല എന്നുള്ള ഒരു തോന്നല്, പിന്നെ പങ്കാളിത്ത കുറവ്, കുട്ടികളുടെ വിട്ടുമാറല്, അവഗണന, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഇവരുടെ മനസ്സ് ഉള്ളിൽ ഒരാളായിട്ട് മാറുന്ന ഒരു പ്രവണതയുണ്ട്. ഈ ഘടകങ്ങൾ അവരിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഇത്തരം ശൂന്യതയിൽ നിന്ന് രക്ഷപ്പെടാനും കുറച്ചുകൂടി സ്വത്ത് സമ്പാദിക്കാനും ഒക്കെയുള്ള ഒരു ആത്മവ്യഗ്രതയാണ് പലരെയും പുതിയ ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനഃശാസ്ത്രപരമായി രക്ഷകൻ ചമഞ്ഞെത്തുന്ന സെബാസ്റ്റിനെ പോലെ, ഇപ്പൊ നമ്മൾ അയാളെ കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ കഴിയും, സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇത്തരം കുറ്റവാളികളുടെയും ഒരു ചതിയുടെ ആധാരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റമാണ്. പലരുടെയും ലക്ഷ്യം സമാനമാണ്. ആദ്യം സുഹൃത്തായിരിക്കും, നല്ല സംസാരം, ബഹുമാനം, നമുക്ക് ഇഷ്ടം തോന്നുന്ന പ്രകൃതം, പിന്നീട് അതൊരു ആത്മബന്ധമായി മാറുന്നു. തുടർന്ന് സഹാനുഭൂതിയുടെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക, ഒന്നിച്ച് ബിസിനസ് നടത്തുക. ഇവിടെ ബിന്ദു പത്മനാഭനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുള്ള സ്ത്രീയായിരുന്നു. അപ്പൊ അത് കൂടുതലും അവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് വരുന്ന ഒരു സുഹൃത്ത് എന്ന രീതിയിൽ വരുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി അവര് വ്യാജരേഖകൾ കാണിക്കും, സന്ദർശനങ്ങൾ കാണിക്കും, തുടങ്ങി വിപുലമായ സങ്കേതങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. ഇപ്പൊ അതിജീവനത്തിന്റെ കഥകൾ പറയുക, ദുഃഖാനുഭവങ്ങൾ പങ്കുവെക്കുക, അങ്ങനെ ഒരു പ്രാരംഭ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബിസിനസ്സിലേക്കോ, അല്ല അവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെ നല്ലൊരു ബിസിനസ് നമുക്ക്, ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യമായിട്ടുള്ളതൊക്കെ. അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളുടെ മനസ്സിനെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിന്റെ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിബോധത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഒരാളെ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴും ആ സുഹൃത്ത് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനാദ്യം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പൊ അത് പിന്നീട് അവർക്ക് അയാളെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ്
അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത്. യെസ്. അപ്പൊ സ്ത്രീകളുടെ മാനസികാവസ്ഥയും വ്യക്തിപരമായ ശൂന്യതയും കുറ്റവാളികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. യെസ്. ഈ പ്രണയവും അതായത് ഒക്കെ അതിനിപ്പോൾ ഈ സഹായം കാലാന്തരം അല്ലെങ്കിൽ കാലഭേദമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമല്ലേ ഇല്ല. നമുക്ക് അനുമാനിക്കാൻ? തീർച്ചയായും ഇത് ഇനി മുന്നോട്ട് നടക്കും. ഇതിനു മുമ്പ് ഒരുപാട് നടന്നും പോയിട്ടുണ്ട്. അല്ല, ഈ എങ്കിലും പുതിയ നമ്മൾ കാലഘട്ടത്തിൽ ഇതുകൊണ്ടൊന്നും എപ്പോഴും പഠിക്കുന്നില്ല. പറയാറുണ്ടല്ലോ, ഈ പുതിയ ജീവിത രീതിയാണ്, മനുഷ്യനേറെ മാറിയിരിക്കുന്നു, ടെക്നോളജിയെ ഉപയോഗിക്കുന്നു, ആളുകൾ തമ്മിൽ ഇപ്പോൾ ജോലിയുടെ സാഹചര്യം, കുടുംബ ബന്ധങ്ങളിൽ വലിയ അകൽച്ച എന്നൊക്കെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, പുതിയ കാലഘട്ടത്തിലെ ഈ സ്ത്രീകള് അവരുടെ ഒറ്റപ്പെടല് മാറ്റാനായിട്ട് ഒരു പുതിയ ബന്ധങ്ങളിലേക്ക് മാറുകയും അവർക്ക് ഒരു അനുകമ്പയും കരുണയും ഒക്കെ പ്രകടിപ്പിക്കുന്ന അല്ലെ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരാളുമായിട്ട് അവരുടെ വിഷമങ്ങൾ പങ്കിടാനും ഒക്കെ നമുക്ക് അവരിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളി ആദ്യം ചെയ്യുന്നത് നല്ല കേൾവിക്കാരനാകുകയാണ്. പിന്നെ അയാളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, അവരെ സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നു, സാമ്പത്തികമായിട്ട് ആദ്യം ഒന്ന് സഹായിക്കും, പിന്നീട് അവിടെയാണ് ഈ സംശയം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, അതിന്റെ ചതിക്കുഴികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറ്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഒരു സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആണ് ഇത്തരം നിരവധി സ്ത്രീകളെ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ കാലഘട്ടം ഏത് തന്നെയായാലും സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവര് അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവര് ഇപ്പൊ ബിന്ദു പത്മനാഭൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ആയിരുന്നു. ഈ ജൈനമ്മ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നിടത്തൊക്കെ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞ ഈ മൂന്നല്ല എത്രയോ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ കാണാതായേക്കുന്ന സ്ത്രീകളും ഒക്കെ ആയിട്ട് പലതരത്തിൽ ഈ സെബാസ്റ്റിനും ഇതിൽ ചില സ്ത്രീകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. സ്ത്രീകൾക്ക് തമ്മിലാണേലും അവര് ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് അവരുടെ പ്രതികരണം രൂക്ഷമാവുന്നത്. അങ്ങനെ രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇവ ഓരോന്നും കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം ഏത് കള്ളവും പിടിക്കപ്പെടാതിരിക്കാൻ അവരെ കൊല്ലുകയോ ഒളിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് ഒരു ക്രിമിനലിന്റെ ലക്ഷ്യം. തീർച്ചയായും ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പ്രേക്ഷകരോട് പറയട്ടെ, ഇത് അന്വേഷണ സംഘമാണ് ഇതിലെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത്. ഇങ്ങനെയൊക്കെ ആകാമെന്ന സാധ്യതകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ശരണ്യ, പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്ഥിരീകരിക്കാമല്ലോ. അതിൽ തന്നെ ഈ ഇത്തരത്തിൽ സെബാസ്റ്റ്യന്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് സാങ്കേതികമായി പറയാം. കാരണം ഒരു പെൺസുഹൃത്തടക്കം ന്യൂസ് 18നോട് വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അത് ശരണ്യ തന്നെയാണ് പ്രേക്ഷകർക്ക് പങ്കുവച്ചത്. അപ്പോൾ ആ വാക്കുകളിൽ നിന്നും ഇന്നിപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള നമ്മൾ നൽകുന്ന എക്സ്ക്ലൂസീവ് വാർത്തയടക്കം, അതായത് ജൈനമ്മയുടെ സ്വർണം ഉൾപ്പെടെ എത്തിച്ച് വിറ്റിരുന്നു, അതും നേരിട്ടെത്തിയാണ് സെബാസ്റ്റ്യൻ വിറ്റത് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമാണ് ഇത് ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ പല സ്ത്രീകളുമായും സെബാസ്റ്റ്യൻ ബന്ധം പുലർത്തിയിരുന്നുവെന്നും അതിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നും സംശയിച്ചാൽ അത് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ ശരണ്യ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും അഭിലാഷ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിന്ദു പത്മനാഭന്റെ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ സെബാസ്റ്റ്യൻ അത്ര വിഡ്ഢിയായ ആളൊന്നുമല്ല. കാരണം ബിന്ദു പത്മനാഭന്റെ കേസിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത് വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല SSLC ബുക്ക്, അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു SSLC ബുക്കിന്റെ കോപ്പി അയാൾ കൃത്രിമമായി ഉണ്ടാക്കി. ഒപ്പം തന്നെ രജിസ്ട്രേഷന് വേണ്ടി ഒരു തമിഴ്നാട്ടിലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അതുമായി ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സ്വത്ത് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് തന്നെ 6ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിമാനല്ലാത്ത അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളെ ഇടപെട്ട് ചെയ്യാൻ കഴിയാത്ത ആളൊന്നുമല്ല. പിന്നെ ഇയാൾ ദല്ലാളായി നിന്നതുകൊണ്ട് തന്നെ ആളുകളുമായി ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശീലനം ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ സൈഡിലും നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബവുമായി പ്രശ്നങ്ങളുള്ള സ്ത്രീകളെയാണ് ഇയാൾ നോട്ടമിട്ടിട്ടുള്ളത്. പിന്നീട് ചോദിക്കാൻ എല്ലാവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്, ഇപ്പോൾ ആയിഷയുമായി ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ ആയിഷയുടെ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിലേക്ക് ആയിഷയിൽ സഹായിക്കാൻ അയാൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണം നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആയിഷ ഈ രജിസ്ട്രേഷൻ കഴിയുന്നതിന് തൊട്ട് മുമ്പാണ് മിസ്സിംഗ് ആവുന്നത്. ആ സമയത്ത് ആയിഷയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആയിഷ ഇതിനുവേണ്ടി കണക്ക് കൂട്ടി വെച്ചിരുന്ന പണമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പണമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ വളരെ കാൽക്കുലേറ്റഡ്
ഡയറക്റ്റഡ് ആയിട്ടാണ് ഓരോ സ്ത്രീകളെയും അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അതിലേക്ക് ഇടപെടുന്നു. റോസമ്മയെ ആണെങ്കിൽ റോസമ്മയെ സമീപിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് വളരെ സമ്പന്നനായ ഒരാളായാണ് റോസമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മളോട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്താൻ നടത്തിയ റോസമ്മ പറഞ്ഞത് ഒരു വലിയ മാലയൊക്കെ ഇട്ട് 40 സെന്റോളം റോഡ് സൈഡിലുള്ള സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി താൻ വാങ്ങാനാണ് വന്നതെന്ന് പറഞ്ഞാണ് റോസമ്മയെ അപ്രോച്ച് ചെയ്യുന്നത്. റോസമ്മയാണെങ്കിൽ വിവാഹം ഭർത്താവൊക്കെ മരിച്ചുപോയി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വിശ്വസ്തയായി ഇയാൾ വലയിലാക്കുന്നുണ്ട്. പിന്നെ അവർ രക്ഷപ്പെട്ടു പോയത് തലനാരിഴയ്ക്കാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് പോലീസ് ഈ അന്വേഷണത്തിൽ 2017 ശേഷം, അതായത് ഇത്രയധികം തിരിമറി നടത്തിയിട്ടുള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ എന്ന് വന്നപ്പോൾ ഇപ്പോൾ നടക്കുന്ന പോലെ, അതായത് ജൈനമ്മ കേസിൽ ഉണ്ടായ ഇപ്പോൾ ആലപ്പുഴയിലെയും ഒപ്പം തന്നെ കോട്ടയത്തെയും ക്രൈംബ്രാഞ്ച് സംഘങ്ങളും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും ഇതിനകത്ത് വളരെയധികം അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ 2017 ഇത്രയധികം സംഭവങ്ങൾ, അതായത് 6-7ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആ സമയത്ത് പോലും ചേർത്തല പോലീസോ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായി നിന്ന ആളുകളോ ഒന്നും തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ഒരു ജൈനമ്മ ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, ഇയാൾ ഒരു ഹാബിച്വൽ ക്രിമിനൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് വിശ്വസിക്കുന്നത് ഈ കാലയളവിൽ, കൃത്യമായ കാലയളവിൽ എല്ലാം തന്നെ ഇയാൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 2020 ചേർത്തലയിൽ നിന്ന് തന്നെ കാണാതായ ബിന്ദു എന്ന സ്ത്രീയുടെ തിരോധാന കേസും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരുന്നത്. അത്തരത്തിൽ വളരെ ഇന്നിപ്പോ അഭിലാഷ്, ഇന്ന് നമ്മൾ ഇയാളെ കാണുമ്പോൾ, ഈ സെബാസ്റ്റ്യനെ കാണുമ്പോൾ യാതൊരു കുലുക്കവും ഇല്ലാത്ത ഒരാളായാണ് അയാൾ ആ ജ്വല്ലറിയിൽ, അതായത് നമ്മളോട് സ്വർണം സെബാസ്റ്റ്യൻ ഇവിടെ കൊണ്ട് വിറ്റു, മാത്രമല്ല 25 ഗ്രാം സ്വർണം കൊണ്ടുവന്നു, നേരിട്ട് വന്നു. അതായത് കുന്നത്ത് ഫിനാൻസ് എന്ന് പറഞ്ഞ ഫിനാൻസിൽ ഈ ജൈനമ്മയെ കാണാതായ 24 മുതൽ 30 വരെയുള്ള ഡിസംബർ 2024 ആ കാലയളവിൽ അയാള് ആ ദിവസങ്ങൾ ഇയാൾ ഇവിടെ വന്നിരുന്നു എന്ന് നമ്മളുടെ ആ ജ്വല്ലറി ഉടമ നമ്മൾ നടത്തിയ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല അയാൾ വ്യക്തമാക്കുന്നത് നേരിട്ട് സെബാസ്റ്റ്യൻ വന്ന് പണം വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അഭിഭാഷകനായ മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ജൈനമ്മ കൃത്യമായി കുറെ നാളുകളായി സെബാസ്റ്റ്യന്റെ കൂടെയുണ്ട്. 2017 ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കണമെന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ ഇയാള് വളരെ പെട്ടെന്ന് തന്നെ കോടതിയെ സമീപിക്കുകയും കോടതിയെ സമീപിച്ച് അനുകൂല വിധി, ആരോഗ്യ പ്രശ്നം കാണിച്ച് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പോലീസിന് മുന്നിൽ അയാൾ നിൽക്കുന്നത് തനിക്ക് ഹൈ ഷുഗർ ആണ്, കാല് പഴുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ചോദ്യം ചെയ്യാനാകില്ല, ഒരു കാര്യത്തോടും അയാൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പോലും വളരെ കൂളായി പോയി പണി നോക്കുന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് അയാളുടെ ഭാഗത്ത് നിന്ന്, ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് വന്നത്. അപ്പൊ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊരു മാനസികാവസ്ഥയുള്ള ഒരാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ ചെയ്ത കാര്യങ്ങളിലൊന്നും അയാൾക്ക് ഒരു ഗിൽറ്റി ഫീലും ഇല്ല. അയാളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ കിട്ടിയത് മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു ബോഡി മൊത്തമായി കത്തിച്ചെന്ന ഒരു ഫീൽ അല്ല നമുക്ക് അവിടെ തോന്നുന്നത്. മറിച്ച് അവിടെ എല്ലുകൾ കൂട്ടിയിട്ട്, അവശേഷിച്ച സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചൊരു ഫീലാണ് നമുക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടേതൊക്കെയാണ് എന്നുള്ളത്, വീട്ടുവളപ്പിൽ ഒരു കുളത്തിൽ മുഷിയെ വളർത്തുക, ഒപ്പം തന്നെ കോഴി വേസ്റ്റ് കൊണ്ട് ഇറക്കുക, അത്തരത്തിൽ സ്മെല്ല് നിലനിർത്തുക, ഒപ്പം പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടെ കക്കൂസ് മാലിന്യം കോമ്പൗണ്ടിൽ ഇറക്കിയിടുക, ഇങ്ങനെ വളരെയധികം ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് പോയിട്ടുള്ള ആളാണ്. ഇയാളെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബിന്ദു പത്മനാഭന്റെ സമയത്ത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മനോജ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് 2 ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്യുകയാണ്. ഇയാളുടെ സുഹൃത്തുക്കളായ പലരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. അങ്ങനെ വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കേസാണ്. ഈ വീട്ടിലേക്ക് തന്നെ കടക്കണമെങ്കിൽ നമ്മൾ 2.5 ഏക്കർ പുരയിടത്തിലേക്ക് ഒരു നീണ്ട റോഡ് കൂടി കടന്നു വേണം എത്താൻ. അതിനകത്ത് എന്ത് നടന്നാലും അറിയാൻ കഴിയില്ല. ആ ഒരു സ്ഥലത്ത്, ആ വീടിനകത്ത് തന്നെ നിരവധി ദുരൂഹതകളുണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങളും വെറുതെ ഒരു ക്രിമിനലിനെ പോലെയല്ല, ഇരു ചെവി അറിയാതെയാണ് ഓരോ കാര്യങ്ങളിലും ഇയാൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ കാണാതായ സ്ത്രീകൾ ഒന്നും തന്നെ ജീവനോടെ ഇല്ല എന്നുള്ള വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ 2017 പരാതി ലഭിക്കുമ്പോൾ കാര്യമായി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബിന്ദു എന്ന, അല്ലെങ്കിൽ സിന്ധു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്, അങ്ങനെയുള്ള ബിന്ദുവോ ജൈനമ്മയോ മരണപ്പെടുമായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഇപ്പോൾ ആക്ഷൻസ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ രൂപേഷ് കൂടിയുണ്ട്. ശ്രീ രൂപേഷ്, ഇത്രയും നാൾ ഈ പ്രതി നിയമത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങൾക്കൊക്കെ പുറത്തായിരുന്നു, ഇപ്പോൾ അതിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തെളിയിക്കപ്പെടുക എന്നതേറെ ശ്രമകരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരിയായ നിലയിൽ പോലീസ് ഈ ഘട്ടത്തിൽ പോകുന്നു എന്നാണോ വിലയിരുത്തേണ്ടത്?
ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ ഊർജിതമായിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിലും ഞാൻ പറയുന്നത്, നമുക്കൊരു 2 ദിവസമായി നമ്മുടെ റോസമ്മ എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ വന്നു. അതെ, ഈ റോസമ്മയെ ഇതുവരെ അന്വേഷണ സംഘം സമീപിച്ചിട്ടില്ല. ഉം. വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് റോസമ്മ പറഞ്ഞിരിക്കുന്നത്. ഇത് സെബാസ്റ്റിനെ കൂടുതൽ ഈ അന്വേഷണത്തിന് സഹായമാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ റോസമ്മയുടെ വെളിപ്പെടുത്തലിലുണ്ട്. ഉം. പക്ഷെ അത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ച തന്നെയാണത്. യെസ്, കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർക്ക് തന്നെ സഹായമാവുന്ന കാര്യങ്ങളാണ് റോസമ്മ പറഞ്ഞത്. റോസമ്മയെ ചോദ്യം ചെയ്യണം, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. അതിനടുത്തും വേറൊരു റിട്ടയർഡ് അധ്യാപിക പറഞ്ഞു അവരെയും സമീപിച്ചു വസ്തു ഇടനിലക്കാരനായി നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റക്ക് താമസിക്കുന്ന വീട്ടമ്മമാരെ ആണ് ഈ സെബാസ്റ്റ്യൻ സമീപിച്ചിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങൾ ഒക്കെ നിറവേറ്റി അവരെ സ്വാധീനിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത ശേഷം കൊല ചെയ്യുക എന്ന രീതിയാണ് ഈ സെബാസ്റ്റ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ആളുകൾ, ഈ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെ കൃത്യമായി സമീപിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഈ ഘട്ടത്തിലും അന്വേഷണ സംഘം മുതിരുന്നില്ല എന്നാണ്. ശ്രീ രൂപേഷ്, ഹലോ. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ റോസമ്മയുടെ പ്രതികരണം ഞങ്ങൾ ന്യൂസ് 18 എക്സ്ക്ലൂസീവായി നൽകിയതാണ്. ഈ പറയുന്നത് പോലെയുള്ള ആളുകളിലേക്ക് ഇപ്പോഴും എത്താൻ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനമോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഇതിന്റെ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്ക് തന്നെ ഞങ്ങൾ ശക്തമായി രംഗത്തുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം ഈ ലോക്കൽ പോലീസ് അത് അട്ടിമറിക്കുന്ന രീതിയാണ് ആദ്യം തന്നെ കൈക്കൊണ്ടത്. അതില് അന്വേഷണം വഴിതിരിച്ചു വിടുവാനും ഇതില് പ്രധാന സെബാസ്റ്റ്യന്റെ കൂട്ടാളിയായിട്ടുള്ള ആത്മഹത്യ ചെയ്ത മനോജ്, ആ മനോജിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ടൊന്നും തയ്യാറായില്ല. മനോജ് ചോദ്യം ചെയ്യുന്നതിന്റെ തലേ ദിവസം തന്നെ ആത്മഹത്യ ചെയ്തു. പല അവസരങ്ങളും ഉണ്ടായിരുന്നു മനോജിൽ നിന്ന് ഇതൊക്കെ ശേഖരിക്കാൻ. കാര്യം മനോജിന്റെ ഓട്ടോയിലാണ് ബിന്ദുവും സെബാസ്റ്റ്യനും സഞ്ചരിച്ചിരുന്നത്. മനോജിന് ഇതിനെപ്പറ്റിയെല്ലാം 100% കാര്യങ്ങൾ അറിയാം. പക്ഷെ ആ ഏറ്റവും തെളിവുകൾ ലഭിക്കുമായിരുന്ന മനോജ് ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഈ മനോജിന്റെ സുഹൃത്ത് ദാസനും ഇതെല്ലാം അറിയാമായിരുന്നു, അദ്ദേഹവും ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഈ ബിന്ദുവിൽ അവസാനിക്കേണ്ട കേസാണ് ഇപ്പോ ബിന്ദുവും കഴിഞ്ഞ് ഐഷയും ജൈനമ്മയും. ഇന്നിപ്പോ പുതിയൊരു വിവരം കൂടി വന്നിരിക്കുന്നു, വേറൊരു ബിന്ദു കൂടി. അതെ, സിന്ധു. അതായത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ പോലീസ് സംവിധാനങ്ങളെ കൂടിയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാണോ? അതായത് സെബാസ്റ്റ്യൻ അത്തരത്തിലും ശ്രമങ്ങൾ നടത്തുകയോ അത്തരമൊരു ശീലം കൂടി ഉണ്ടായിരുന്നു എന്നാണോ സംശയിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും. കാര്യം ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്ത് അത് ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും ഒക്കെ ഉള്ള സ്വത്തുക്കളായിരുന്നു. ആ സമാഹരിച്ച പണമൊക്കെ ഈ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അത് പോലീസ് സംവിധാനങ്ങൾക്കും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവി അടക്കം, ചേർത്തലയിലിരുന്ന ഡിവൈഎസ്പി അടക്കം ഈ സെബാസ്റ്റ്യനിൽ നിന്ന് സഹായം കൈപ്പറ്റിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം. പൊതുവെ താങ്കൾ അതായത് സാങ്കേതികമായി തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണോ? കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് വിമർശനം. അല്ലല്ല, ഒരിക്കലും അല്ല. 100% ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് കേസ് അട്ടിമറിച്ചതാണ്. കേസ് തീർച്ചയായിട്ടും കേസ് അട്ടിമറിച്ചതാണ്. സെബാസ്റ്റ്യന് ഈ ഇടവേളകൾ ഉണ്ടാക്കിക്കൊടുത്ത പോലീസ് തന്നെയാണ്. എത്രയോ കാലമെടുത്താണ് ഓരോ ക്രൈമും അദ്ദേഹം ചെയ്യുന്നത്. ഈ ഐഷയിൽ ബിന്ദുവിൽ നിന്ന് തുടങ്ങി അടുത്ത ഐഷയിലേക്ക് വരാനുള്ള ഒരു കാലയളവുണ്ട്. അത് നീണ്ടൊരു കാലയളവാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഏറ്റവും അവസാനം ജൈനമ്മയിലേക്ക് വരുന്നത്. അതായത് ഈ ചർച്ച തുടങ്ങിയത് റിട്ടയർഡ് SP സക്രിയ സാറിൽ നിന്നാണ്. സാർ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, പോലീസിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ്. അതിനെ ആക്ഷൻ കൗൺസിലും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും. ഈ 2 ദിവസമായ റോസമ്മയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ റോസമ്മയെ പോലും ചോദ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് പോലീസ് ശ്രമിച്ചില്ല. ശരി, അത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമോ അങ്ങനെയുള്ള ബന്ധങ്ങളോ മറ്റോ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? സെബാസ്റ്റ്യന് ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായിട്ടും ഉന്നത രാഷ്ട്രീയ പ്രമാണിമാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുഖമായിട്ട് തട്ടിമറിക്കാം. എല്ലായിടത്തും പണം നൽകി തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീമതി മിനിമോൾ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചവരുടെ പട്ടികയിൽപ്പെടുന്ന സിന്ധു എന്ന ബിന്ദുവിൻ്റെ ബന്ധുവാണ്. ശ്രീമതി മിനിമോൾ, ഈ സിന്ധുവിൻ്റെ തിരോധാനം അതിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ?
ഇപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്കും നമുക്കൊരു സംശയം അതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്പലത്തിൽ, തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയതാണ്. ആ 1 മണിക്കൂറിനുള്ളിലാണ് പെട്ടെന്ന് കാണാതാകുന്നത് വ്യക്തി, എന്റെ സഹോദരിയെ കാണാതാകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിലൊരു സംശയമുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാ എന്നൊരു സംശയം നമുക്കതിൽ തോന്നുന്നുണ്ട്. ഈ സെബാസ്റ്റ്യനുമായി സൗഹൃദം ഉണ്ടായിരുന്നോ ബിന്ദുവിന്? അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? അങ്ങനെ ഒരു അറിവില്ല നമുക്ക്. സൗഹൃദം ഉണ്ടായിട്ടുള്ള അല്ല, ഒരു ഏതെങ്കിലും അറിവ് തരത്തിലുള്ള ഇല്ല. പരിചയമോ ഇടപാടോ സാമ്പത്തികമായ ഇടപാടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും അറിവിൽ പെട്ടിട്ടില്ല, നമ്മുടെ അറിവിൽ പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പേരൊന്നും പരാമർശിച്ചിട്ടുമില്ല? ഇല്ല ഇല്ല ഇല്ല, ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ല. അതായത് ഇതിനു മുമ്പ് ഇപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ അത്തരം സംശയമുള്ളൂ അല്ലേ? അതെ, അത്രേ ഉള്ളു നമുക്ക്. ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, എങ്കിലും ഒരാൾ ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് നിങ്ങൾക്കൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധാരണകൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? അവർക്ക് ഇന്നത് സംഭവിച്ചതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ധാരണകൾ? ഇപ്പൊ ഇത്രയും വർഷമായല്ല, ഇപ്പൊ 5 വർഷമാകാൻ പോണ് മിസ്സിങ് ആയിട്ട്. അപ്പൊ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവള് തിരിച്ചു വന്നിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണ്. മക്കളെ പിരിഞ്ഞ് ഇന്ന് വരെ അവള് ജീവിച്ചിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഭർത്താവ് ഇളയ കുഞ്ഞിന് 3 വയസ്സ് ഉള്ളപ്പോ ഇട്ടിട്ട് പോയതാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ അവള് തന്നെയാണ് അധ്വാനിച്ച് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നാണ് അവള് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും എടുക്കുകയും പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവള് തന്നെയാണ് കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ വേറൊരു രീതിയിൽ അവള് പോകുമെന്ന് നമുക്ക് വിശ്വാസമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറുതായിരുന്ന കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് ആ ഒരു സാഹചര്യത്തിൽ പോകാത്ത വ്യക്തി പിന്നെ ഇത്രയും വലുതായി കഴിഞ്ഞ് കുഞ്ഞിന്റെ കല്യാണം ഉറപ്പിച്ച് കുറി വന്നതിന്റെ പിറ്റേ ദിവസമാണ് പോകുന്നത്. അങ്ങനെ പോകുമെന്ന് നമുക്കൊരു വിശ്വാസം ഇല്ല. എന്തെങ്കിലും ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാകും. ഞാൻ അതുകൊണ്ടാണ് താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ കല്യാണത്തിന്റെ തൊട്ട് അത് ഉറപ്പിച്ചതിന്റെ പിറ്റേ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വല്ല സാമ്പത്തിക സഹായമോ അങ്ങനെ എന്തെങ്കിലും തേടി, കല്യാണമൊക്കെ ആകുമ്പോൾ വലിയ ചെലവ് വരുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് ഒരു പശ്ചാത്തലമൊക്കെ നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് ചോദിച്ചത്. ഇതിലിപ്പോൾ ഈ പരാതി നൽകിയ ശേഷം അല്ലെങ്കിൽ ഇതിന് ശേഷമൊക്കെ ഈ പോലീസിനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ലേ? ഇല്ല, കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായില്ല. അവര് ആദ്യ കാലങ്ങളിൽ വന്ന് നമ്മളോട് കാര്യങ്ങൾ അന്വേഷിച്ച് പോയതല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ഒരു അന്വേഷണ പുരോഗമനം നമുക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അന്ന് ഈ സിന്ധു ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നോ? ഫോൺ ഉണ്ടായിരുന്നു. ഫോണുണ്ട്, നമുക്ക് ടച്ച് ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണ് നമ്മളിപ്പോ അവളെ കാണാതായ അന്ന് പിന്നെ നമ്മള് അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ 1 മണിക്കൂറിന് മുമ്പായിട്ട് തന്നെ നമ്മള് പരാതി നൽകുകയും അവർ നമ്മുടെ കൂടെ വന്ന് തെരച്ചിലൊക്കെ നടത്തിയായിരുന്നു. ലൊക്കേഷൻ നോക്കുകയോ അവര് ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ, CCTV നോക്കുക. കാരണം 2020 എന്നൊക്കെ പറഞ്ഞാൽ നിരവധി സാധ്യതകളുള്ള, കണ്ടെത്താൻ പല സാധ്യതകളുള്ള ഒരു സാഹചര്യമായിരുന്നല്ലോ. അതൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അല്ലെ? അത് അവരിങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് FIR തയ്യാറാക്കുക മാത്രമാണ് അവര് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരുത്തർ മാറി മാറി വരുന്ന അനുസരിച്ച്, ഉദ്യോഗസ്ഥന്മാര് മാറി മാറി വരുന്ന അനുസരിച്ച് അവര് FIR തയ്യാറാക്കി നമ്മളോട് റിവൈൻഡ് ചെയ്ത് ആ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടാണ് അവരിരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ അവര് പറയണത് എന്തെങ്കിലും അറിയണമെങ്കിൽ അറിയിക്കാം എന്നാണ് അവര് പറഞ്ഞത് നമ്മളോട്. വളരെ നന്ദി ശ്രീമതി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ശ്രീ സക്രിയ ജോർജ്, താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ. അതായത് 2020 കാണാതായ ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും നമ്മുടെ അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഉത്തരം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജൈനമ്മ മരണപ്പെടുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അല്ല, അതിന് സംശയമൊന്നും വേണ്ട. കാരണം ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. എത്ര കോടി രൂപയാണ് ചിലവാക്കിയത്. അതിനകത്ത് കുറെ ലിറ്ററേച്ചർ, കുറെ പുസ്തകങ്ങളൊക്കെ അടിച്ചു തന്നെ കോടികൾ ചിലവാക്കി. ഓരോരുത്തർ ഡിഫറെൻറ്റ് പോസ് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവരുടെ പേഴ്സണൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇവിടുത്തെ നികുതി പണം ഉപയോഗിച്ച് അവര് ഉല്ലസിച്ചത്. പിന്നെ 2017 കേസ് പറയുന്നു. അന്ന് ആരാ DGP? ശ്രീ ലോക്നാഥ് ബെഹ്റയാണ്. മോൻസം മാവുങ്കലിൽ അവിടെ പോകുന്നു, പിന്നെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു, ഒരാൾ അംശവടി പിടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അനിത പുല്ലയിലിനെ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ
കാറിൽ ജഗതിയിലുള്ള പോലീസ് സദ്ഭാവന ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരുന്നു. ഇവിടെ ബേക്കറി ജംഗ്ഷനിലുള്ള ഒരു വളരെ പ്രബല ഹോട്ടലിൽ നിന്ന് ലഞ്ച് വാങ്ങിച്ചു കൊടുക്കുന്നു, വിളമ്പി കൊടുക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഇതിനൊന്നും അന്വേഷിക്കാനോ സാധാരണക്കാരുടെ കാര്യത്തിനൊന്നും ഇവർക്കൊന്നും താല്പര്യമില്ല. ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ് അറ്റ് അവർ എക്സ്പെൻസ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ 2000 മുതലുള്ള ഒരു മിനിറ്റ് കൂടെ പ്ലീസ്, 2000 മുതലുള്ള മിസ്സിംഗ് കേസുകൾ എടുക്കണം. അതിലെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിച്ച സ്ത്രീകള് തീർത്തും ഭിക്ഷക്കാരായി, അതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മള് എലന്തൂരിലെ ഇതിനകത്ത് കണ്ടു, അതിനകത്തെ കൊലപാതകത്തിൽ കണ്ടു, ഒന്നുമില്ലാത്ത നിർധനരെയാണ് കൊണ്ടുപോയത്. അപ്പൊ എവിടെയൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ മിസ്സായി. ഇതെല്ലാ മാസവും DGP ഇതിനകത്തെ ആൾക്കാരെ, സ്റ്റേറ്റ് പോലീസ് ചീഫ് ആൾക്കാരെ സ്പോട്ട് ചെയ്യുന്നിടം വരെ ഒന്നിൽ ലൈവായിട്ട് സ്പോട്ട് ചെയ്തു, അല്ലെ അവരുടെ ഡെഡ് ബോഡി റെമിനൻസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളും ധർമ്മശാലയിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ഡോക്ടർ എൽസി ഉമ്മൻ, ഒരു പരിധിവരെയെങ്കിലും സജിത അനിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ സ്ത്രീകൾ ഇതിലൊക്കെ പെട്ടുപോകുന്നത് എന്ന്. ഇപ്പോൾ മിനി പറയുമ്പോൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും, അതായത് മകളുടെ കല്യാണത്തിൻ്റെ ഉറപ്പീര് നടന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പറയുന്ന സിന്ധു എന്ന ആൾ മിസ്സിംഗ് ആവുന്നത്. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഉള്ളവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സെബാസ്റ്റ്യനെ പോലെയുള്ള ആളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഞാൻ ആവർത്തിക്കുന്നു, അത് നമുക്ക് സ്ഥിരീകരിക്കാനും പറ്റില്ല കേട്ടോ. അതെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സമൂഹത്തിൽ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സ്ത്രീ, ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണം വന്നിട്ട് കഴിയുന്ന ഒരു സ്ത്രീ, മക്കളുമായിട്ട് അകന്നു ഇരിക്കുന്ന ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിനകത്തിൽ ഒരാളുടെ അങ്ങനെ പറയുന്നത് എനിക്കൊരു ഓർമ്മ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർക്കൊരു വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ ആരെങ്കിലും ഒരു താങ്ങും തണലുമായിട്ട് വരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു പ്രലോഭനത്തിൽ വീണു പോകാൻ ഉള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ചാബല്യത്തിൽ പെട്ടുപോകാൻ സാധ്യത ഇല്ലായികയില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒറ്റപ്പെടുന്ന സ്ത്രീയോ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീയോ, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പോകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള ഒരു വ്യക്തിത്വ പ്രശ്നം ഉള്ളവർക്ക് തന്നെയാണ് വീണ്ടും ആ വൾണറബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. ഉദാഹരണത്തിന് ഈ ആന്റി സോഷ്യൽ എലമെന്റ്സ് തപ്പിയെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇത്തരം തരത്തിലുള്ള, അല്ലെങ്കിൽ ഇതിനോട് സമാനമായിട്ടുള്ള ഈ ക്ലസ്റ്റർ ബിക്കകത്ത് വരുന്ന തന്നെ വ്യക്തിത്വ വൈകല്യങ്ങളുള്ള സ്ത്രീകളാകാനുള്ള സാധ്യത ഏറെയാണ്. ഉദാഹരണത്തിന് ബോർഡർലൈൻ പേഴ്സണാലിറ്റി. അപ്പോൾ അവർക്ക് ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്റർടൈൻ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോയി പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതിനും ഒരുപക്ഷെ ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവരുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് തകർന്നു പോകാനുള്ള ഒരു കാരണവും. അങ്ങനെയും കൂടെ നമുക്ക് അതിനെ കാണേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വീണ്ടും വൾണറബിലിറ്റി കൂടുകയാണ്. അത് തന്നെയല്ല, ഇങ്ങനെയുള്ളവര്, ഞാൻ പറഞ്ഞില്ല, ഈ സമൂഹത്തിൽ എങ്ങനെയാണോ ഇത്തരത്തിൽ അധീനപ്പെട്ടു പോകുന്നത്, അങ്ങനെയുള്ളവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ ഇവർക്ക് വളരെയധികം വൈഭവമുണ്ട്. അപ്പൊ തുടക്കത്തിൽ പക്ഷെ എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും ഒപ്പം കൂടുന്നത്. പിന്നീടായിരിക്കാം ഇത് ലാഭത്തെക്കാൾ അപ്പുറം അവനവന്റെ തന്നെ അടിവേര് ഇളക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാകുമ്പോൾ പിന്മാറാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ പിടി വളരെയധികം മുറുകിപ്പോയിരിക്കും, കൊലപാതകം വരെ നടന്നു പോയിരിക്കും. എന്തായാലും ഞാൻ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. നിരവധി സ്ത്രീകൾ ഇരകളാക്കപ്പെട്ടോ എന്ന സംശയമാണ്. എന്തായാലും ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ അതിശക്തമായ രംഗത്ത് ഉണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വീഴ്ച ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. സെബാസ്റ്റ്യൻ കുറ്റവാളിയാണ് എങ്കിൽ തീർച്ചയായും സെബാസ്റ്റ്യനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളോ പ്രായമോ ഒന്നും കണക്കാക്കേണ്ടതില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.